കലയപുരം പെട്രോൾ പമ്പിൽ നിന്ന് കള്ളനോട്ടുമായി യുവാവ് അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലായവർ സംസ്ഥാനത്തെ കള്ളനോട്ട് വിതരണ ശൃംഖലയിലെ പ്രധാനികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. വർക്കല മുണ്ടയിൽ പുത്തൻവിള വീട്ടിൽ റീജ, തിരുവനന്തപുരം മാറനല്ലൂർ മേലാരിയോട് പത്മവിലാസത്തിൽ രത്നാകരൻ എന്നിവരെ ഞായറാഴ്ച വൈകിട്ട് തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ 27-നാണ് കലയപുരത്തെ പെട്രോൾ പമ്പിൽ നിന്ന് രാജേഷ് എന്ന യുവാവ് കള്ളനോട്ടുമായി അറസ്റ്റിലായത്. തൊട്ടടുത്ത ദിവസം പൂവറ്റൂർ കിഴക്ക് പ്രദീപ് ഭവനിൽ പ്രസന്നകുമാരി, ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ, എഴുകോൺ ചിറ്റാരിക്കോട് രാജേഷ് ഭവനിൽ രാജീവ് എന്ന് വിളിക്കുന്ന രാജേഷ്, പേരൂർ റീന ഭവനിൽ അരുൺ, മറയൂർ ഞാറായിക്കോണം ആരണ്യയിൽ നസീർ എന്നിവരും പിടിയിലായി. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ സ്ഥലങ്ങളിലെ ലോഡ്ജുകളിൽ താമസിച്ചു വന്ന റീജയെയും രത്നാകരനെയും ഞായറാഴ്ച പിടികൂടിയത്. കള്ളനോട്ട് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇരുവരും പ്രതികളാണ്. രത്നാകരന്റെ പേരിൽ 105 കേസുകളുണ്ട്. ഈ വർഷം ആദ്യം സഹോദരന്റെ ഭാര്യ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയാണ് റീജ. ഈ കേസിൽ ഹൈക്കോടതി ജാമ്യം നിരസിച്ചതിനെ തുടർന്ന് റീജ ഒളിവിൽ കഴിയുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ ഇവരുടെ പേരിൽ കള്ളനോട്ട് കേസുകളുമുണ്ട്. രാമപുരം പോലീസ് സ്റ്റേഷനിൽ 2005 രജിസ്റ്റർ ചെയ്ത കള്ളനോട്ട് കേസിൽ 8 വർഷം ശിക്ഷ ലഭിച്ച റീജ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന 2 കള്ളനോട്ട് കേസിലും ഇവർ പ്രതിയാണ്. റീജയുടെയും രത്നാകരന്റെയും അറസ്റ്റോടെ കലയപുരം കള്ളനോട്ട് കേസിൽ ആകെ 7 പേർ പിടിയിലായിട്ടുണ്ട്. കള്ളനോട്ട് ശൃംഖലയിലെ കണ്ണിയായ തമിഴ്നാട് സ്വദേശിയെ പോലീസ് തിരയുകയാണ്. കോടതിയിൽ ഹാജരാക്കപ്പെട്ട റീജയെയും രത്നാകരനെയും റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര റൂറൽ SP KB ബാലചന്ദ്രന്റെ നിർദ്ദേശാനുസരണം DYSP KM ആന്റോയുടെ മേൽനോട്ടത്തിൽ SIമാരായ ബെന്നി ലാലു, പ്രതാപചന്ദ്രൻ, ഷിജി, ASI രഘു, CPOമാരായ മധു, രാധാകൃഷ്ണൻ, സുൽഫി, അനിൽ RS, അനിൽകുമാർ, വനിതാ ഓഫീസർമാരായ ജുമൈല BV, ഷൈനി, ജ്യോതി, ശൈലജ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.